പെരിന്തൽമണ്ണയുടെ ഫാഷൻ വിസ്മയം ഇനി പുതിയ വലിയ മാറ്റങ്ങളോടെ ജൂലൈ 25 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് അറ്റ്ലസ് ഫാഷന്റെ നവീകരിച്ച ഷോറൂം നാടിന്റെ പ്രിയങ്കരനായ MLA ശ്രീ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യുന്നു. കൂടെ പ്രശസ്ത സിനിമാ താരങ്ങൾ മാളവിക മേനോൻ, അതിഥി രവി എന്നിവരും ഈ ആഘോഷവേളയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അറ്റ്ലസ് ഫാഷൻ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. പൊതിച്ചോർ വിതരണം ശക്തമായി തുടരുക തന്നെ ചെയ്യുമെന്ന DYFI. സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ എതിർക്കുകയല്ല, കൂടെ കൂട്ടുകയാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നും DYFI ജില്ലാ സെക്രട്ടറി ശ്യാം. പെരിന്തൽമണ്ണയിൽ പൊതിച്ചോർ വിതരണത്തിനെത്തിയപ്പോഴായിരുന്നു ജില്ലാ സെക്രട്ടറി ശ്യാമിന്റെ പ്രതികരണം. കേരളത്തിൽ 1,00,000 പേർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന DYFIയുടെ പദ്ധതിയാണ് ഹൃദയപൂർവ്വം പദ്ധതി. ഈ പദ്ധതിയെ ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്ന് ഒഴിവാക്കണം എന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ കേരളത്തിൽ 1,00,000-ലധികം മനുഷ്യർക്ക് വീടാന്തരം കയറി പൊതിച്ചോറ് ശേഖരിച്ച് DYFI പ്രവർത്തകർ ഉച്ചഭക്ഷണം നൽകുന്നത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടിയാണ്. സർക്കാർ ആശുപത്രികളിലെത്തുന്ന, മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്കെത്തുന്നവർക്ക് ഏറെ സഹായകരമായിട്ടുള്ള ഈ പദ്ധതി അനുഭവിച്ചിട്ടില്ലാത്തവർ വളരെ കുറവായിരിക്കും എന്ന് നമുക്കറിയാം. ഈ പദ്ധതിയാണ് ഈ ഗവൺമെൻറ് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് തീർത്തും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായാണ്. എല്ലാ വിഭാഗം സംഘടനകളെയും കൂട്ടായ്മകളെയും ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. മറിച്ച് സന്നദ്ധ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്ന സംഘടനകളെയും ഗ്രൂപ്പുകളെയും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കുകയും ഇതൊന്നും ഇനി ഇത്തരം സംഘടനകൾ മുൻകൈയെടുത്ത് നടത്തുന്ന സംഘടനകൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് അത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമാണ്. അത് തിരുത്താൻ ഗവൺമെൻറ് തയ്യാറാവുക എന്നതാണ് പ്രധാനം. ഇവിടെ കൊടി പാടില്ല, ബാനർ പാടില്ല എന്നതാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. ഇവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവരെല്ലാം ഇത്തരം സംഘടനകളെല്ലാം അവരുടെ യൂണിഫോം ധരിച്ച് അവരുടെ കൊടികളും അവരുടെ ബാനറുകളും എല്ലാമായാണ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അവിടെ കാഷ്വാലിറ്റി കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ 3-4 സംഘടനകൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആംബുലൻസിനുമായി എത്തുന്ന രോഗികളെ സ്ട്രക്ചറിലേക്ക് മാറ്റുന്നതിനും അവരെ ഡോക്ടർമാരുടെ അടുത്തേക്ക് എത്തിക്കുന്നതിനും ഉൾപ്പെടെ സഹായകരമായ നിലപാടാണ് അത്തരം സംഘടനകൾ നടത്തുന്നത്. ആ സംഘടനകൾ യൂണിഫോം ധരിച്ച് നടത്തുന്ന പ്രവർത്തനം ഇനി നാളെ മുതൽ വേണ്ടതില്ല എന്നതാണോ ഈ സർക്കാരിൻ്റെ നിലപാട്? എങ്കിലത് തെറ്റാണ്. ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ല. എല്ലാ സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവരെല്ലാം കടന്നു വന്ന് ജനങ്ങൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുക എന്നതായിരിക്കണം ശരിയായ കാഴ്ചപ്പാട്. സർക്കാർ ആശുപത്രികളിൽ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറയുന്നു. സർക്കാർ വിദ്യാലയങ്ങളിൽ ഇനി പൊതുജനങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന് പറയുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പദ്ധതിയെ ഉപേക്ഷിക്കുന്നു. ഇങ്ങനെ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോയിരുന്ന പദ്ധതി, ആ പദ്ധതിയാണ് പുതിയൊരു ഗവൺമെൻറ് വരുമ്പോഴേക്കും ഇനി ജനകീയ പങ്കാളിത്തം എന്നത് ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇതൊരു തെറ്റായ സമീപനമാണ്. ആ സമീപനം തിരുത്താൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നതാണ് DYFIക്ക് സൂചിപ്പിക്കാനുള്ളത്. Jam June Hypermarket, exceeding expectations.